ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രൈമറി സ്റ്റോറേജ് ആണ്. അതേപോലെ തന്നെ മെമ്മറി ഹയറാർക്കിൻ്റെ ഒരു ഫിഗർ ഉണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അത് നമ്മൾ ഇന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് മെമ്മറി ഹയറാർക്കി നോക്കാം. ഇതൊരു പ്രത്യേക ഓർഡറിലാണ് നമ്മളിവിടെ ഒരു ഹയറാർക്കി അല്ലെങ്കിൽ ഒരു കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ക്യാഷ് ഉണ്ട്, പിന്നെ മെയിൻ മെമ്മറി ഉണ്ട്, പിന്നെ മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, പിന്നെ മാഗ്നറ്റിക് ടാപ്പ്. അപ്പോൾ ഇതൊരു പ്രത്യേക ഓർഡറിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നിന്ന് മേലേക്ക് പോകുന്തോറും ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്പീഡ് കൂടുതലാണ്. അതായത് ഇതിന് ഹൈ സ്പീഡാണ്, പിന്നെ സ്പീഡ് കുറയും, പിന്നെ ഇങ്ങനെ കുറയുന്നതിനനുസരിച്ച് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒന്നുണ്ട്. പിന്നുള്ള ഒരു പ്രത്യേകത കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ താഴെയുള്ള ആൾക്കാർക്കും ഇവർക്ക് കപ്പാസിറ്റി കുറയും, കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെയുള്ള കുറച്ചുകൂടെ കൂടുതലാണ്, ഡിസ്കിന് പിന്നെയും കൂടും, മാഗ്നറ്റിക് ടൈപ്പിന് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കപ്പാസിറ്റി താഴേക്ക് വരുന്നതിനനുസരിച്ച് കൂടുതലും, എന്നാൽ സ്പീഡ് മേലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതലുമാണ്. അതാണ് ഈ നമ്മളുടെ ഈ കാറ്റഗറൈസ് ചെയ്തതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തത്. സ്പീഡിൻ്റെ ബേസിലാണ് ഒന്ന്, പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി, പിന്നെ എക്സ്പെൻസ് പറയുമ്പോൾ താഴേക്ക് വരുന്തോറും എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഇത് എന്താണ്, സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിട്ടും താഴേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് എക്സ്പെൻസ് കുറഞ്ഞു. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരാളുണ്ട്, അയാൾക്ക് ഭയങ്കര സ്റ്റോറേജ് കപ്പാസിറ്റി, പക്ഷേ അദ്ദേഹം സ്ലോ ആണ്. മറ്റേ ആൾക്ക് കപ്പാസിറ്റി കുറച്ച് കുറവാണ്, പക്ഷേ അദ്ദേഹം ഫാസ്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി, എസ്പെഷ്യലി സി പി യുവിൻ്റെ കേസൊക്കെ എടുക്കുമ്പോൾ അവർ ആ ഫാസ്റ്റായിട്ടുള്ള ആളെ എടുക്കുള്ളൂ. കാരണം സി പി യുവിൻ്റെ കേസ് നമ്മൾ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അവർക്ക് ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നടത്തണം. കാരണം അത് കഴിഞ്ഞാൽ പിന്നെയും എക്സിക്യൂഷൻ ചെയ്യാൻ ഒരുപാട് വർക്കുകളുണ്ട്. ഒരിക്കലും കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക സ്പീഡാണ്. അതുകൊണ്ട് തന്നെ സി പി യുനായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളാരാണ്, രജിസ്റ്റേഴ്സ്, പിന്നെ ക്യാഷ്, പിന്നെ മെയിൻ മെമ്മറി. ഇവിടെ നിങ്ങളുടെ എക്സ്റ്റേണൽ സ്റ്റോറേജുകളാണ്. അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻബോർഡ് മെമ്മറി, ഇതൊക്കെ ഇൻബോർഡാണ്. പിന്നെ ഔട്ട്ബോർഡ് സ്റ്റോറേജാണ് ഇതൊക്കെ, അതായത് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഓഫ്ലൈൻ സ്റ്റോറേജ്, അതായത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഈ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസുകളൊക്കെ. അതായത് നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ടാലും ഡാറ്റ അതിനകത്തുണ്ടാവും. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ എന്തെങ്കിലും സേവ് ചെയ്തൊക്കെ വെച്ചാൽ നമ്മളുടെ സെക്കൻഡറി സ്റ്റോറേജിലെത്തും. അതുകൊണ്ട് തന്നെ നമ്മളിനി പിന്നത്തെ ടൈമിൽ സിസ്റ്റം ഓൺ ആക്കിയാലും ഡാറ്റ അതിനകത്തുണ്ടാവും. പക്ഷേ നമ്മൾ ഇൻബോർഡ് മെമ്മറി, അതായത് നമ്മുടെ രജിസ്റ്റേഴ്സിലോ ക്യാഷിലോ മെയിൻ മെമ്മറിയിലോ ഡാറ്റയൊക്കെ വോളറ്റൈലാണ്. അപ്പോൾ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് ആ ഡാറ്റ ഓൺ ദ സ്പോട്ടിൽ അതങ്ങോട്ട് ഇറേസ്ഡ് ആയി പോവും. പിന്നെ നമ്മളത് വീണ്ടും സിസ്റ്റം ഓൺ ആകുമ്പോൾ വീണ്ടും സിസ്റ്റം ഓരോ ഡാറ്റ അവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ പിന്നെ അതിനകത്ത് ഡാറ്റ ഉണ്ടാവും. സിസ്റ്റം ഓഫ് ചെയ്താൽ വീണ്ടും അത് ഇറേസ് ചെയ്ത് പോകും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ പ്രൈമറി സ്റ്റോറേജ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളുടെ മെമ്മറി ഹയറാർക്കി. ഇനി നമ്മൾ അതിനകത്തുള്ള സ്റ്റോറേജുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ മെയിൻ മെമ്മറിയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പ്രൈമറി സ്റ്റോറേജ് ഓൾസോ നോൺ ആസ് മെയിൻ മെമ്മറി, ഇൻറ്റേർണൽ മെമ്മറി ഓർ പ്രൈം മെമ്മറി, often referred to as simply as memory, is the only one directly accessible memory to the CPU. നമ്മൾ പ്രൈമറി സ്റ്റോറേജിനെ, അതായത് നമ്മളുടെ മെയിൻ മെമ്മറിനെ നമ്മൾ കോമൺലി മെമ്മറി എന്ന് മാത്രമേ പറയാം. അപ്പോൾ ക്യാഷ് ആണ് യൂസ് ചെയ്തെങ്കിൽ ക്യാഷ് എന്ന് പറയും, രജിസ്റ്റർ ആണെങ്കിൽ രജിസ്റ്റർ എന്ന് പറയും. പക്ഷേ നമ്മൾ മെയിൻ മെമ്മറി നമ്മൾ നോർമലി മെയിൻ മെമ്മറി എന്നേ പറയുള്ളൂ. അത് അത്രയും എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെയാണ് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാണ്, സി പി യു ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യുന്നത് നമ്മളുടെ ഈ മെയിൻ മെമ്മറിനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഡിസ്ക്, മാഗ്നറ്റിക് ടാപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ മെയിൻ മെമ്മറി ത്രൂ ആണ് നമ്മുടെ സി പി യു ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മെയിൻ മെമ്മറിയിലൂടെയാണ് മറ്റുള്ള എക്സ്റ്റേണൽ ഡിവൈസസ് ഒക്കെ ആയിട്ട്, സ്റ്റോറേജ് ഡിവൈസസ് ഒക്കെ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ സി പി യു ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ആരായിട്ടാണ്, റാമിനായിട്ടുമാണ്. പിന്നെ അതിൻ്റെ സ്പീഡ് കൂട്ടാനാണ് നമ്മൾ രജിസ്റ്റേഴ്സ് അതേപോലെ നമ്മളുടെ ക്യാഷും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെയിൻ മെമ്മറിയും സി പി യും തമ്മിൽ ഇൻട്രാക്ഷൻ വരുമ്പോൾ അത് സ്പീഡ് പോരാ തോന്നുകയാണെങ്കിൽ നമ്മളവിടെ ക്യാഷ് പ്രൊവൈഡ് ചെയ്യും, രജിസ്റ്റേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സി പി യു ആയിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മളുടെ മെമ്മറിയാണ്, അതായത് മെയിൻ മെമ്മറി. ദ സി പി യു കണ്ടിന്യൂസ്ലി റീഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർഡ് ദർ ആൻഡ് എക്സിക്യൂട്ട് ദം ആസ് റിക്വയർഡ്. സി പി യു എന്ത് ചെയ്യും, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് സ്റ്റോർ ചെയ്ത ഇൻസ്ട്രക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റീഡ് ചെയ്യും, അതേപോലെ ആവശ്യത്തിനനുസരിച്ച് അതൊക്കെ എക്സിക്യൂഷൻ നടത്തുകയും ചെയ്യും. ദ മേജർ കാറ്റഗറീസ് ആർ റാം ആൻഡ് റോം. മേജർ കാറ്റഗറീസ് ആണ് റാമും റോം, അതായത് റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. ഇതാണ് അതിൻ്റെ ഡിവിഷൻ. പ്രൈമറി സ്റ്റോറേജ് റാം, റോം. പിന്നെ റാമിൽ ആരൊക്കെയുണ്ട്, ഡി റാം ഉണ്ട്, എസ് റാം ഉണ്ട്. റോമിൽ പി റോം ഉണ്ട്, ഇ പി റോം ഉണ്ട്. പിന്നെ ഇ പി റോമിനകത്ത് ഇ പി റോം ഉണ്ട്, യു വി പി റോം ഉണ്ട്.
ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റാൻഡം ആക്സസ് മെമ്മറി റാം ഈസ് എ റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി. നമുക്ക് റാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീഡിങ് പോസിബിളാണ്, നമുക്ക് അതിന് ഡാറ്റ എടുക്കാം, അതിലേക്ക് വേണമെങ്കിൽ ഡാറ്റ റൈറ്റ് ചെയ്ത് കൊടുക്കാം, അത്തരം പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ റോമിൻ്റെ കേസിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, റീഡ് ഓൺലി മെമ്മറിയാണ്. ഇവിടെ റീഡിങ്ങും റൈറ്റിങ്ങും പോസിബിളാണ്. ഇത് പോസസ് റാൻഡം ആക്സസ് പ്രോപ്പർട്ടി. പിന്നെ നമ്മളുടെ റാമിൻ്റെ ഒരു പ്രത്യേകത ആണ് റാൻഡം ആക്സസ് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമുക്ക് ഏത് ഡാറ്റയാണ് വേണ്ടത്, അതിനങ്ങനെ ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് എടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒന്ന് കഴിഞ്ഞ് നമുക്ക് ഏത് നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ആക്സസിങ് പോസിബിളാണ്. The processor access all memory address directly irrespective of word length, making storage and retrieval fast. നമ്മുടെ പ്രോസസ്സർ എന്ത് ചെയ്യുന്നത് മെമ്മറി അഡ്രസ്സസ് ഡയറക്റ്റ്ലി ആയിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. അതായത് മെമ്മറിയിൽ ഓരോ ഡാറ്റ കിടക്കുമ്പോഴും ഓരോന്നിനും ഓരോ അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യും. അല്ലാതെ നമ്മൾ അതിൻ്റെ വേർഡ് ലെങ്ത് കുറവാണ് എന്നാൽ ഇത് എടുക്കാം, മറ്റിൻ്റെ വേർഡ് ലെങ്ത് കൂടുതലാണ് അത് പിന്നെ എടുക്കാം എന്നൊരിക്കലും CPU ചിന്തിക്കുന്നില്ല. അവർക്ക് എന്താണോ റിക്വയർഡ് ആയിട്ടുള്ളത് അതാണ് അവർ ആക്സസ് ചെയ്യുക. അത് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ സ്റ്റോറേജിന് വേണ്ടിയിട്ടായാലും ശരി, നമുക്കത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ശരി, CPU അതിന് റിക്വയർഡ് ആയിട്ടുള്ളതിൻ്റെ വേലനുസരിച്ചിട്ടാണ് അത് ആക്സസ് ചെയ്യുക. അത് മെമ്മറിയിൽ നിന്ന് നമ്മൾ അഡ്രസ് ബേസിലാണ് ചെയ്യുക. അതായത് ഓരോന്നിനും ഓരോ ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഓരോ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സിൻ്റെ ബേസിൽ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യും. RAM is the fastest memory available and hence most expensive. റാം നമ്മൾ പറഞ്ഞു ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്, പക്ഷേ എക്സ്പെൻസീവ് ആണ്. റാം ഈസ് വോളറ്റൈൽ ആൻഡ് ഈസ് ഓഫ് എനി ഓഫ് ദീസ് ടു ടൈപ്സ് DRAM and SRAM. റാം വോളറ്റൈലാണ്. നമ്മൾ പറഞ്ഞു വോളറ്റൈൽ എന്ന് എന്താണ്, സിസ്റ്റം ഓഫ് ചെയ്താൽ പിന്നെ അതിനകത്ത് ഡാറ്റ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ പിന്നെയും CPU ഡാറ്റ കൊടുക്കുന്നതിനനുസരിച്ചാണ് അതിനകത്ത് ഡാറ്റ ഉണ്ടാവുക. പക്ഷേ നോൺ വോളറ്റൈൽ ആകുമ്പോൾ എപ്പോഴും ഡാറ്റ പെർമനൻറ്റ്. നമ്മൾ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചാൽ അത് കിടക്കുന്ന എവിടെയാണ്, നമ്മൾ സേവ് ചെയ്ത് വെക്കുമല്ലോ, സേവ് ചെയ്ത് വെച്ചാൽ സെക്കൻഡറിക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ അതിനകത്ത് എപ്പോഴും ഡാറ്റ ഉണ്ടാവും. റാമിൻ്റെ കേസിൽ അത് വോളറ്റൈലാണ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, DRAM, SRAM. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാമാണ്. SRAM ആർ ഫാസ്റ്റ്. ഇതിനകത്ത് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും, അത് നിങ്ങളൊന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയാൽ മതി. കാരണം കപ്പാസിറ്റർ നമ്മൾ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ വേർഡുകളാകുമ്പോൾ ചിലർക്ക് മാത്രം, എല്ലാവർക്കും ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല പറഞ്ഞു. ചിലർക്ക് ആ വേർഡ് കപ്പാസിറ്റർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഇതാവുമെന്ന് അറിയില്ല, നോക്കാം. SRAMs are fast but they are very expensive because their cells require several transistors. നമ്മളിപ്പോൾ പറയുന്നത് DRAMനെ കുറിച്ചാണ്. അപ്പോൾ എന്തുകൊണ്ട് DRAMൽ നമ്മൾ എത്തിയെന്ന് പറയാം. SRAM ഫാസ്റ്റാണ്. SRAM എന്ന് പറഞ്ഞാൽ DRAMനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഫാസ്റ്റ്. പക്ഷേ അത് വെരി എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് അതിൽ ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് അതിനകത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ നമ്മളത് എവിടെ കൊണ്ടുവരും, DRAM കൊണ്ടുവരും. ടു ഓവർകം ദിസ് ലെസ് എക്സ്പെൻസീവ് റാംസ് ദാറ്റ് യൂസ് സിംപ്ലർ സെൽസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്. അപ്പോൾ ഇത്ര ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന കോംപ്ലക്സ് സെൽസ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, സിംപ്ലർ സെൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് DRAM. ഇൻ DRAM ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ചാർജ് ഓൺ കപ്പാസിറ്റർ. പക്ഷേ DRAMന് ഒരു പ്രശ്നമുണ്ട്. DRAMൽ നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കപ്പാസിറ്ററിൻ്റെ ചാർജായിട്ടാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈമായി കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്ത് വരും. അപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്യാതിരിക്കാൻ നമ്മൾ പീരിയോഡിക്കലി അത് റിഫ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ SRAM എക്സ്പെൻസീവ് ആണ്, കാരണം അതിനകത്ത് ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ സിംപ്ലർ സെൽസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു വന്നു, നമ്മുടെ DRAM ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ DRAMൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൽ ചാർജ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ കൊടുക്കുക. അപ്പോൾ ഈ ഡാറ്റ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്യും കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ പീരിയോഡിക്കലി അതിങ്ങനെ റിഫ്രഷ് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള SRAM യൂസ് ചെയ്യാം. അപ്പോൾ DRAM എക്സ്പെൻസ് കുറക്കാൻ യൂസ് ചെയ്യാം. പക്ഷേ DRAM ആകുമ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കൊടുക്കണം. SRAM ആകുമ്പോൾ എക്സ്പെൻസീവ് ആണ്, നമുക്ക് എന്നാൽ പിന്നെ അതിന് ആദ്യം കൂടി യൂസ് ചെയ്യാം, കുഴപ്പമില്ല. SRAM ഓക്കെയാണ്, DRAM ഓക്കെയാണ്. പക്ഷേ ഓരോന്നിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേഞ്ചസ് ഉണ്ടെന്നേ ഉള്ളൂ. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ചാർജ് ഇൻ കപ്പാസിറ്റർ ഈസ് ഇൻ്റർപ്രറ്റഡ് ആസ് ബൈനറി 1 or 0. നമ്മളുടെ കപ്പാസിറ്ററിലുള്ള പ്രസൻസും ആബ്സെൻസും ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് 1 ആയിട്ടും 0 ആയിട്ടാണ്. അപ്പോൾ അതിന് ഡാറ്റ ഉണ്ടെങ്കിൽ അത് 1ഉം അതില്ലെങ്കിൽ ആബ്സെൻ്റ് ആണെങ്കിൽ 0 എന്നൊക്കെയുള്ള രീതിയിലാണ് ചാർജ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ബിക്കോസ് കപ്പാസിറ്റേഴ്സ് ഹാവ് എ നാച്ചുറൽ ടെൻഡൻസി ടു ഡിസ്ചാർജ് ഇറ്റ് കണ്ടൻസ് മസ്റ്റ് ബി പീരിയോഡിക്കലി റിഫ്രഷ്ഡ് ബൈ ദ റീസ്റ്റോറിംഗ് കപ്പാസിറ്റർ ചാർജ് ടു ഫുൾ വാല്യൂ. നമ്മൾ എന്ത് ചെയ്യണം, കപ്പാസിറ്ററിനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിഫ്രഷ് ചെയ്ത് കൊടുക്കണം കപ്പാസിറ്ററിന്. SRAM. Each cell in SRAM is made up of flip-flops and stored 1 bit. നമ്മുടെ SRAMനകത്ത് ഓരോ സെല്ലും എന്താണ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് നിങ്ങളിപ്പോൾ ഏത് സെമ്മിലാണ് പഠിക്കുന്നത്? ഐ തിങ്ക് 5th സെമ്മിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫ്ലിപ്പ് കുറിച്ചൊക്കെ പറയുന്നത്, പല ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 1 bit ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യും. ഇറ്റ് റിട്ടേൺസ് ഇറ്റ്സ് ബിറ്റ് ടിൽ ദ പവർ സപ്ലൈ ഈസ് ഓൺ ആൻഡ് ഡസൻറ്റ് നീഡ് ടു ബി റിഫ്രഷ്ഡ് ലൈക്ക് DRAM. ഇതാണ് നമ്മൾ പവർ സപ്ലൈ ഓൺ ആക്കുമ്പോഴാണ് ഇത്
റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും ഇതിന് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. DRAMൽ ചെയ്യുന്ന പോലെ കപ്പാസിറ്റർ റിഫ്രഷ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഓൾസോ ഹാസ് ഷോർട്ടർ റീഡ് റൈറ്റ് സൈക്കിൾസ് ആസ് കമ്പയർഡ് ടു DRAM. പിന്നെ നമ്മൾ DRAMായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ട് റീഡ് റൈറ്റ് സൈക്കിൾസ് ആണ് നമ്മളുടെ SRAMനുള്ളത്. പക്ഷേ എന്തായാലും SRAMന് പ്രശ്നം കുറച്ച് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ. SRAM ഈസ് യൂസ്ഡ് ടു സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസ്. SRAM നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. SRAMs ആർ മാനുഫാക്ചേർഡ് വിത്ത് ബൈപോളർ ടെക്നോളജി ആൻഡ് MOS ടെക്നോളജി. നമ്മൾ SRAM മാനുഫാക്ചർ ചെയ്തത് ബൈപോളർ ടെക്നോളജി MOS ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് SRAM ആണ്. പക്ഷേ നമ്മൾ എക്സ്പെൻസ് നോക്കുമ്പോൾ DRAM പലരും യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് റീഡ് ഓൺലി മെമ്മറി. ആസ് ദ നെയിം സജസ്റ്റ് ROM ക്യാൻ ഓൺലി ബി റീഡ് ബൈ ദ പ്രോസസ്സർ. റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ വേർഡൊക്കെ ചെയ്യുമ്പോൾ തന്നെ റീഡ് ഓൺലി മെമ്മറി ആയിട്ട് കാണിക്കാറൊക്കെ. അതായത് നമുക്ക് അതിൽ എഡിറ്റിങ്ങോ ചേഞ്ചസോ മോഡിഫിക്കേഷൻസോ ആൾട്രേഷനോ ഒന്നും വരുത്താൻ പറ്റില്ല. അത്തരം കേസാണ് റീഡ് ഓൺലി മെമ്മറി. ന്യൂ ഡാറ്റ cannot be written into ROM. Data to be stored into ROM is written during the manufacturing phase itself. അതായത് നമുക്ക് റോമിനകത്ത് ഒന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ, അതായത് നമ്മളിപ്പോൾ സിസ്റ്റത്തിൻ്റെ കേസ് പറയുമ്പോൾ, നമ്മളിപ്പോൾ ജസ്റ്റ് വേർഡിലുള്ളൊരു കേസാണ് അത് പറഞ്ഞത്. സിസ്റ്റത്തിൻ്റെ കേസ് വരുമ്പോൾ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ അത് മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ അതിനകത്ത് കുറേ പ്രോഗ്രാംസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ റീഡ് ഓൺലി മെമ്മറിയാണ്. അതൊരിക്കലും അതിനകത്തൊന്നും ഒരിക്കലും റൈറ്റിംഗ് പോസിബിൾ ആക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ റൈറ്റിംഗ് പോസിബിൾ ആക്കിയപ്പോൾ ഒരാൾ യൂസ് ചെയ്യുമ്പോൾ ഇതിലൊന്ന് മാറ്റം വരുത്തിയാലൊന്നും അയാൾ മാറ്റം വരുത്തും. വേറെ ആൾ കിട്ടുമ്പോൾ അയാൾ മാറ്റം വരുത്തി അത് വേറെ എന്തെങ്കിലും ആയി മാറൂലേ. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അതിൻ്റെ യൂണിക്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺഫിഡൻഷ്യൽ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ROM യൂസ് ചെയ്തത്. അപ്പോൾ മാനുഫാക്ചറിങ് ഫേസിൽ തന്നെയാണ് ഇത്തരം കേസുകളൊക്കെ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത്. ദി കണ്ടെയ്ൻ ഡാറ്റ ദാറ്റ് ഡസ് നോട്ട് നീഡ് ടു ബി ആൾട്ടേർഡ്. ഈ ഡാറ്റ നമുക്കൊരിക്കലും ആൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ബൂട്ടിംഗ് സീക്വൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ അൽഗോരിതമിക് ടാബ്ലറ്റ്സ് ഫോർ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ കേസ് വരുമ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ട്. അതായത് ബൂട്ടിംഗ് ചെയ്യുക, സിസ്റ്റം ഓൺ ആക്കി കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയാം. ഈ ബൂട്ടിംഗ് ചെയ്യുമ്പോൾ അതിനകത്ത് അൾട്രേഷൻ ഒന്നും വരുത്തണ്ട. നെക്സ്റ്റ് ഡേ ബൂട്ട് ചെയ്യുമ്പോൾ അതേ ഫോർമാറ്റിൽ തന്നെയാണ് ബൂട്ട് ചെയ്യുക. നെക്സ്റ്റ് ഡേ ചെയ്യുമ്പോൾ വീണ്ടും അതന്നെ. അപ്പോൾ വെറുതെ അതിനകത്ത് ഒരുപാട് റൈറ്റിംഗ് നടത്തിയിട്ട് ആകെ അത് ഒന്നിനും കൊള്ളാത്ത രീതിയിലാക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, റോമിലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്ക്. അതേപോലെ നമ്മൾ അൽഗോരിതമിക് ടാബിൾസ്, ഇപ്പോൾ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്ന അൽഗോരിതമിക് ടാബിൾസ്, ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. അതൊക്കെ എന്തിനാണ് ചേഞ്ച് വരുത്താൻ, അത് മണ്ടത്തിലായി മാറും. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, റീഡ് ഓൺലി മതി, റൈറ്റിംഗ് വേണ്ട. ROM ഈസ് സ്ലോവർ ആൻഡ് ഹെൻസ് ചീപ്പർ ദാൻ RAM. ROM എന്ന് പറഞ്ഞാൽ റാമിനേക്കാൾ സ്ലോവറാണ്, സോ ചീപ്പറാണ്. നമ്മൾ പറഞ്ഞു എന്താണ്, കപ്പാസിറ്റി ഒക്കെ കൂടുതലാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റോൾ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് റോളാണ്, ബൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അത് സ്പീഡ് കുറവായ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്കത് ചീപ്പറായിട്ട് മാറി. ഇറ്റ് റിട്ടേൺസ് ഇറ്റ്സ് ഡാറ്റ ഈവൻ വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ROM നമ്മൾ സിസ്റ്റം മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ തന്നെ അത് പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സിസ്റ്റം ഓഫ് ചെയ്തിട്ടാലും അത് നോൺ വോളറ്റൈലാണ്. കാരണം ഡാറ്റ പോകില്ല, കാരണം പോകാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ബൂട്ടിങ് ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചു റോമിനകത്ത്. പിന്നെ സിസ്റ്റം ഓഫ് ചെയ്താൽ ഡാറ്റ പോകാൻ പാടില്ല. കാരണം സിസ്റ്റം പിന്നെ ഓൺ ആക്കുമ്പോൾ അതിനകത്ത് ബൂട്ടിങ്ങിനുള്ള ഡാറ്റ പെർമനൻ്റ് അതിനകത്ത് സ്റ്റോർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ROM എന്താണ്, നോൺ വോളറ്റൈലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ മെമ്മറി ഹൈറാർക്കി പറഞ്ഞപ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞു വോളറ്റൈൽ, നോൺ വോളറ്റൈൽ. പക്ഷേ ഓരോന്നിനും സ്പെഷ്യലൈസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ വൺ വേർഡിനൊക്കെ ചോദിക്കും, RAM ROM ഒന്ന് വോളറ്റൈലും ആണ് ഒന്ന് നോൺ വോളറ്റൈലും ആണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കി പോവുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോയിട്ട് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പറയാൻ മറന്നതാണ്. കാരണം നമ്മൾ ലൈബ്രറിയൊക്കെ അവൈലബിൾ ആണ്, വേണ്ടവർക്ക് പോയിട്ട് റെഫറൻസ് പോസിബിൾ ആണ്. കാരണം നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഐ തിങ്ക് നിങ്ങളുടെ സിലബസ് തൊട്ട് കൂടുതൽ വരുന്നില്ല എന്ന് തോന്നുന്നു. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. എനിവേ എനിക്കൊന്ന് നിങ്ങളുടെ കേസ് വരുമ്പോഴേക്ക് സിലബസിൽ മോഡിഫൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിവേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ അങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അപ്പോൾ ROM ആകുമ്പോൾ നോൺ വോളറ്റൈലാണ്, RAM ആണെങ്കിൽ വോളറ്റൈലാണ്. ദ പ്രോസസ് ഓഫ് എൻ്ററിങ് ഇൻഫർമേഷൻ ഇൻ ടു ദ ROM പെർമനൻ്റ് ഈസ് റെഫേർഡ് ടു ആസ് പ്രോഗ്രാമിംഗ് ടു ദ ROM. അതായത് നമ്മൾ റോമിനകത്ത് ഡാറ്റ കൊടുക്കുന്നതൊക്കെ പെർമനൻ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രോഗ്രാമിംഗ് ദ ROM എന്നാണ് പറയുക. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോഗ്രാമിംഗ് പ്രോസസ് ROM കാറ്റഗറൈസ്ഡ് ആസ് മാസ് പ്രോഗ്രാമബിൾ ROM, പ്രോഗ്രാമബിൾ ROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ ROM. അങ്ങനെ മൂന്നെണ്ണമായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് മാസ് പ്രോഗ്രാമുകൾ നോക്കാം. മാസ് പ്രോഗ്രാമബിൾ ROM.
In mass programmable ROM or simply ROM, the data pattern are programmed as part of the fabrication process. Once programmed, the data pattern never be changed. Fabrication processനകത്താണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക. ഇതൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Programmable ROM. A programmable ROM, PROM is electrically programmable. ഇത് electrically programmable ആണ്. The data pattern in PROM is defined after the final packing rather than when device is fabricated. മാസ് പ്രോഗ്രാമബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാബ്രിക്കേഷൻ ടൈമിൽ തന്നെ അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. പിന്നെ പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ ഫൈനൽ പാക്കിങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സിസ്റ്റം ഏതൊക്കെ റൂട്ടിലൂടെ വർക്ക് ചെയ്യണം, ഇപ്പോൾ എന്ത് ഇതിന് ഇപ്പോൾ നമുക്കറിയാം ഓരോ വേർഷൻസ് വരുമ്പോഴും ഓരോ ചേഞ്ചസ് സിസ്റ്റത്തായാലും ശരി അതിൻ്റെ ഓരോ കൺസെപ്റ്റുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഡിസൈനിങ് ഫേസും അതേപോലെ അതിൻ്റെ കംപ്ലീഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന കൺസെപ്റ്റുകൾ അതിലേക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് PROM. PROM ക്യാൻ ബി പ്രോഗ്രാം using a special hardware device called PROM programmer or PROM burner. Once a PROM is programmed, it cannot be changed. Mass programmable MPROM-നെ പോലെ തന്നെയാണ് PROM. ഞാൻ അങ്ങനെ പറയാതാണ് ഈസി. മറ്റേത് ഇങ്ങനെ ഓരോ വേർഡ് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എന്താണ് ഒരു പ്രാവശ്യം പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യുക, ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ എന്താണ് MPROM-ഉം PROM-ഉം തമ്മിലുള്ള ഡിഫറൻസ്? ഒന്ന് ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള റോമാണ് MPROM. PROM എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേഷന് ശേഷം ഫൈനൽ പാക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കുറേ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും സിസ്റ്റത്തിന്. അപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാംസാണ് പ്രോഗ്രാമബിൾ റോം. അതുകൊണ്ടാണ് അത് ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? എന്താണ് ഡിഫറൻസ്? MPROM-ഉം PROM-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? MPROM ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നതാണ്. PROM എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേഷന് ശേഷം ഫൈനൽ പാക്കിങ്ങിൽ ചെയ്യുന്ന പ്രോഗ്രാംസാണ് PROM. കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മുടെ EPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. EPROM ക്യാൻ ബി ഇറൈസ്ഡ് ആൻഡ് ദെൻ പ്രോഗ്രാംഡ് യൂസിങ് സ്പെഷ്യൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഓർ UV റേസ്. EPROM എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റോമൊക്കെ എന്താണ്, നമുക്ക് എന്താണ് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. പക്ഷേ EPROM-ൻ്റെ കേസ് വരുമ്പോൾ അത് ഇറൈസബിൾ ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നാം നേരത്തെ പറഞ്ഞ പോലെ ആ വോൾട്ടേജിൽ വന്ന പോലത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഇവിടെയും ഫീൽ ചെയ്യും. കാരണം നമ്മളിതുവരെ പറഞ്ഞു റോം എന്ത് ചെയ്യുക, ഇറേസ് ചെയ്യാൻ പറ്റില്ല, ചേഞ്ചസ് വരുത്താൻ പറ്റില്ല പറഞ്ഞു. പക്ഷേ EPROM-ൻ്റെ കേസ് വന്നപ്പോൾ ചെറിയൊരു ചാൻസ് നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് വരുമ്പോൾ ഉള്ള ചെറിയ ചെറിയ വേരിയേഷൻസാണ്, അത് അത്ര കണ്ടാൽ മതി. EPROMs can be erased using UV rays called UV EPROM. EPROM can be erased using electrical signals called EEPROM. നമുക്ക് UV rays യൂസ് ചെയ്തിട്ട് ഇറേസ് ചെയ്യാം, അതിനെ UEPROM എന്ന് പറയും. ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതിനെ EEPROM എന്നും പറയും. However, handling electronic signals is easier and safer than UV rays. അപ്പോൾ നമ്മൾ UV rays യൂസ് ചെയ്യുന്നതിനേക്കാൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് തന്നെയാണ്. അതുകൊണ്ടുള്ള ഇഷ്യൂസൊക്കെ കുറവും സേഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, നമ്മുടെ EPROM-നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ പ്രൈമറി സ്റ്റോറേജിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ക്യാഷെ മെമ്മറി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ എനിവേ നമ്മളിപ്പോൾ ഒരുപാട് ടൈപ്സ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോവരുത്. ജസ്റ്റ് കൺസെപ്റ്റുകളൊക്കെ ആ ബേസിക് ലെവലിൽ തന്നെ മനസ്സിലാക്കി പോയാൽ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്, ആദ്യം മെമ്മറി ഹയറാർക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ മെമ്മറിനെ കുറിച്ച് പറഞ്ഞു, 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു. റാമൊക്കെ പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് 2 പറഞ്ഞു. പിന്നെ റോം പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് 3 പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് 2 or 3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചാൽ തന്നെ കൺസെപ്റ്റുകൾ ക്ലിയർ ആവും, അത്രയേ ഉള്ളൂ. പിന്നെ അതിലുള്ള വേർഡ്സുകളൊക്കെയാണ് ചിലർക്ക് ബുദ്ധിമുട്ടുകൾ വരിക, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മനസ്സിലാവും, അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഓക്കെ, താങ്ക് യു.